കഴിഞ്ഞ തവണ കൈവിട്ട കളമശ്ശേരി മണ്ഡലം തിരിച്ചുപിടിച്ചെന്ന് മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിൽ നിർണായക പദവിയിലേക്കും എത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫൂർ. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കരുത്തിൽ വളർന്ന് കാൽ നൂറ്റാണ്ടുകാലം നിയമരംഗത്തും സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി മാറിയ അബ്ദുൽ ഗഫൂർ പിതാവ് VK ഇബ്രാഹിം കുഞ്ഞിന്റെ രാഷ്ട്രീയ പാത പിന്തുടർന്ന് ഭരണരംഗത്തേക്ക് ചുവടുവെക്കുകയാണ്. മികച്ച സംഘാടകൻ, നിയമജ്ഞൻ എന്നീ നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫൂർ. 2021 കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച അബ്ദുൽ ഗഫൂർ മുൻ മന്ത്രി P രാജീവിനെതിരെ 15,336 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ P രാജീവിനെതിരെ 16,312 വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച അബ്ദുൽ ഗഫൂർ ഇപ്പോൾ മന്ത്രി പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 1976 എറണാകുളം ജില്ലയിലെ ആലങ്ങാട് പഞ്ചായത്തിലെ കോങ്ങാർപിള്ളയിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെയും നദീറയുടെയും മൂത്ത മകനായി ജനിച്ച അബ്ദുൽ ഗഫൂർ ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് കളമശ്ശേരിയിലെ സെന്റ് പോൾസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം തിരുവനന്തപുരം കേരള ലോ അക്കാദമിയിൽ നിന്ന് LLB ബിരുദവും നേടി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്രിക്കറ്റിൽ സജീവമായിരുന്ന ഗഫൂർ കേരള സംസ്ഥാന അണ്ടർ-16 ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2000 കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത് അഭിഭാഷക വൃത്തിയിൽ പ്രവേശിച്ചു. 25 വർഷത്തിലധികമായി നിയമവൃത്തിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന അബ്ദുൽ ഗഫൂർ കൊച്ചിയിൽ ഒരു നിയമസ്ഥാപനം നടത്തിവരികയാണ്. കോളേജ് കാലഘട്ടത്തിൽ MSF മുഖേനയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നത്. പിന്നീട് യൂത്ത് ലീഗിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. നിലവിൽ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം തൊഴിലാളി സംഘടനാ രംഗത്തും സജീവമാണ് അബ്ദുൽ ഗഫൂർ. FIT സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, TCCC തൊഴിലാളി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ്, കേരള മിനറൽ ആൻഡ് മെറ്റൽസ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ്, KIL എംപ്ലോയീസ് ഓർഗനൈസിംഗ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നു. കൂടാതെ അർഹരായ രോഗികൾക്ക് സൗജന്യ ഡയാലിസിസും വൈദ്യപരിശോധനയും നൽകുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജ് ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹെൽത്ത് കെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമാണ് അബ്ദുൽ ഗഫൂർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.